ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നിങ്ങളുടെ PG സ്റ്റാർട്ട് ചെയ്യാണ്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളിപ്പോൾ 16 എത്രയോ പേരല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ് വളരെ മുന്നിട്ട് പോകാം. കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. ഇന്നലെ ഞാൻ സിലബസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും നോക്കിയെന്ന് വിചാരിക്കണം. ഞാൻ ഇന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. 80 അവേഴ്സ് ആണ് നമുക്ക് ക്ലാസ് എടുക്കേണ്ടത്, 4 ക്രെഡിറ്റിന്റെ. എൻ്റെ പേര് പ്രിയങ്ക എന്നാണ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് എടുക്കുന്നത്. നമുക്ക് 5 മോഡലുണ്ടാവും. 5 മോഡലില് നമുക്ക് ആദ്യത്തെ മോഡലിൽ ഇപ്പൊ നിങ്ങൾ കുറെ പഠിച്ച് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളായി കാരണം കുറെ കാര്യങ്ങൾ അറിയുന്നതാണ്. ആദ്യത്തെ മോഡല് ഇൻട്രഡക്ഷൻ ടു മാനേജ്മെന്റ്. ഓൾറെഡി നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്. അതിലെന്താണ് മാനേജ്മെന്റ്, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ എന്നൊക്കെ പറയും. പിന്നെ കുറെ പേരുടെ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. FW ടൈലർ, ഹെൻറി ഫയോൾ, അവരുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സയന്റിഫിക് മാനേജ്മെന്റ്, ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, എക്സെട്ര 14 പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതൊക്കെ നല്ല മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. മാനേജ്മെന്റ് എന്താണെന്നാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ പലതരത്തിലുള്ള മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള സ്കൂൾസ് മാനേജ്മെന്റ് തോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എവല്യൂഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാനേജ്മെന്റ് കൺസെപ്റ്റിന്റെ മാനേജ്മെന്റ് തോട്ടിലുള്ള ഇതിൽ ഓരോ വ്യക്തികളും ധാരാളം മാനേജ്മെന്റ് വിഷന്റെ മാനേജേഴ്സ് ആ ഫീൽഡിലുള്ളവരൊക്കെ നല്ല കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ്? ഓൾറെഡി ഇത് അടുത്തതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, ടെക്നിക്സ്. അപ്പോൾ ഹെൻറി ഫയോൾ, FW ടൈലർ, ഇവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഹ്യൂമൻ ബീയിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എൽട്ടൺ മായോയുടെ ഹോത്രോൺ എക്സ്പെരിമെന്റ്സിലാണ് അതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ആരൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, മോഡേൺ ടെക്നിക്സ് ഇൻ മാനേജ്മെന്റിൽ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എല്ലാ ഏരിയാസും മാനേജ് ചെയ്യാം, എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്ങിനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് ഇന്നിപ്പോ നിങ്ങളുടെ ക്ലാസ്സിന് എത്ര കുട്ടികൾ ഉണ്ടാവും? 30, ഓൾമോസ്റ്റ് 30 ഉണ്ടാവും. നിങ്ങൾ 30 സ്റ്റുഡൻസും കമ്മിങ് ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, ബിഹേവിയർ ഒക്കെ എൻ്റർലി ഡിഫറെന്റ് ഫ്രം വൺ സ്റ്റുഡന്റ് ടു അനദർ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും എനിക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഒരു കുട്ടീനെ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു കുട്ടിയെ എനിക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ടാറ്റിക്സ്, എൻ്റെതായിട്ടുള്ള മലയാളത്തിൽ പറയാച്ച ഒരു നാക്കൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ആയിരിക്കും ഞാൻ ഓരോ കുട്ടീനെയും മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ഉള്ള മോഡേൺ ടെക്നിക്സ് ഏതൊക്കെയാണ്? മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ജപ്പാനീസ് മോഡൽ എന്തൊക്കെയാണ്? കൊറിയൻ മോഡൽ എന്താണ്? പിന്നെ എന്താണ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീഡർഷിപ്പ് തിയറീസ്, മാനേജ്മെന്റ് തിയറീസ്. ക്വാളിറ്റി സർക്കിൾ, TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റിലെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലെ എല്ലാ ഏരിയയിലും നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. 6 സിഗ്മ, അതുപോലെ കേസൻ, ബെഞ്ച് മാർക്കിംഗ്, ഇങ്ങനെ കുറേ മോഡേൺ ടെക്നിക്സ് അവിടെ വരുന്നുണ്ട്. പിന്നെ കോർ കോമ്പിറ്റൻസ്, പിന്നെ പിരമിഡ് അപ്രോച്ച്, ബോട്ടം പിരമിഡ് അപ്രോച്ച്, നമ്മള് ഹൈറാർക്കി തിയറി നോക്കുമ്പോൾ നമുക്ക് അതിന്റെ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ. ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അങ്ങനെ സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, അങ്ങനെ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ എത്തുന്ന ആ അതിലേക്ക് പോകുമ്പോൾ അതിന്റെ ഷേപ്പ് പിരമിഡ്. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള ഒരു അപ്രോച്ച്, MDP സ്റ്റെപ്സ്, പിന്നെ OB നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് OBയുടെ നീഡ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ OBയുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ഒരു OB സിസ്റ്റം നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എമർജിങ് ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും,
ഒരു ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ സിസ്റ്റമായിട്ട് കാണുന്നു, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ്, മാനേജറിയൽ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ അവിടെയുള്ള ഓർഗനൈസേഷൻ ആൻഡ് പീപ്പിൾ അത് എങ്ങനെയൊക്കെയുള്ളതാണെന്നാണ് നമുക്ക് ഈ മോഡലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതില് ആദ്യം തന്നെ നമ്മൾ പഠിച്ച ഏരിയാസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ OB നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ 20 മണിക്കൂറാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ചാപ്റ്റർ പിന്നെ നമ്മൾ OB അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പൊ അവിടെ തൊട്ട് നോക്കുമ്പോൾ സൈക്കോളജിക്കൽ പ്രോസസ്സ് അവിടെ വരും. OBയിലെ തന്നെ പീപ്പിളിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അവിടെ സൈക്കോളജിക്കൽ പ്രോസസ്സ് വരുന്നതായിരിക്കും. പെർസെപ്ഷൻ, പലരുടെയും കാഴ്ചപ്പാടുകൾ പലതരത്തിലായിരിക്കും. എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത്, ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൽ കുറെ തിയറീസ് വരും. അട്രിബ്യൂഷൻ തിയറി, സ്പെസിഫിക് അപ്ലിക്കേഷൻസ് ഇൻ ഓർഗനൈസേഷൻസ് വരും. ഓരോ ഓർഗനൈസേഷനിലും പലതരത്തിലുള്ള അപ്ലിക്കേഷൻസ് ആയിരിക്കും വരും. എന്താണ് ലേണിംഗ്, നമ്മൾ എപ്പോഴും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും തിയറീസ് ഓഫ് ലേണിംഗ് എന്താണ്, ലേണിംഗ് കൺസെപ്റ്റ് എന്താണ്, സെൽഫ് മാനേജ്മെന്റ് എന്താണ്, നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അതിന് നമുക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, റിമെമ്പറിംഗ് മോട്ടിവേഷൻ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, എന്താണ് മോട്ടിവേഷൻ തിയറീസ്, ഇന്ന് ഇതിലെ HRM നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ബിഹേവിയറൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സെക്കൻഡ് മോഡിൽ നമ്മൾ പഠിക്കാനുള്ളത്. തേർഡ് മോഡിലാവുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി എന്താണ്, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റിയിലുള്ള തിയറീസ് എന്തൊക്കെയാണ്, ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയായിരിക്കും, സെൽഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരാൾക്ക് കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ്, ക്ലാസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സെൽഫ് വാല്യൂസ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ OBയിൽ വരുന്ന ഇഷ്യൂസ് ചിലപ്പോൾ വരും. ഇതിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. കൗൺസിലിംഗിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിൽഡിംഗ്, ലീഡിംഗ് ആൻഡ് മാനേജിങ് ടീംസ് ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ മോഡലില് നമ്മൾ തേർഡ് മോഡലിൽ നമ്മൾ വൺ പേഴ്സണെയാണ് നമ്മൾ പഠിച്ചത്. പർട്ടിക്കുലർ പേഴ്സണെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. മോഡൽ 4ലേക്ക് വരുമ്പോഴേക്കും അത് ഗ്രൂപ്പിലേക്ക് മാറുന്നു. ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിട്ട് വരുന്നു. അതായത് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഒരു വർക്ക് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, ഗ്രൂപ്പ് ബിഹേവിയറിന് എന്താണ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണ്, വർക്ക് ലൈഫ് ബാലൻസ് എന്താണ്, ഡൈനാമിക്സ് ഓഫ് ഇഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ്സ്, ഓരോ ഗ്രൂപ്പ്സും ഇഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡൈനാമിക്സ് എന്താണ്, വർക്ക് ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് പ്രൊഡക്ടിവിറ്റി, ടീം മാനേജ്മെന്റ്, സ്റ്റൈൽസ് ആൻഡ് സ്കിൽസ് ഇൻ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പവർ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഓർഗനൈസേഷൻ, മാനേജിംഗ് ഡിഫറൻസസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, മാനേജിംഗ് ചേഞ്ച്, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. ഈ മോഡൽ 5 നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസ്, ഗ്രിഡ് മാനേജ്മെന്റ് എന്താണ്, അതൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും. അതിന്റെ ഒന്നും ഒരു ഇതില്ല. ഒന്നാമത്തെ മോഡല് രണ്ടാമത്തെ മോഡലൊക്കെ പഠിച്ച് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇതൊക്കെ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്റേണൽ മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇടയ്ക്ക് ഇന്റേണൽ എക്സാം എടുക്കണം. അതുപോലെ തന്നെ അറ്റൻഡൻസ് നോക്കണം. പിന്നെ നിങ്ങൾ സെമിനാറിന് നിങ്ങൾക്ക് അത് തന്നിട്ട് നിങ്ങൾ സെമിനാർ എടുക്കണം. നിങ്ങൾ അസൈൻമെന്റ് തന്നിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികൾ നിങ്ങൾക്കും, ടീച്ചർ മാത്രമല്ല ഈ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെയും കുറെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് നമ്മളുടെ ക്ലാസ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 20 മാർക്കാണ് നിങ്ങൾ അങ്ങനെ പെർഫോം ചെയ്യുന്നതിൽ തരേണ്ടത്. പിന്നെ നിങ്ങൾ ഞങ്ങൾ ക്ലാസ്സിലെടുത്തത് പഠിച്ചു പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് 80 മാർക്ക് കിട്ടും. അങ്ങനെയാണ് 100 മാർക്ക്. അപ്പൊ നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നല്ല കോൺട്രിബ്യൂഷൻസ് വരേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്ര നാളും പഠിച്ച പോലെയല്ല PG എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ട് കാണേണ്ടതാണ്. ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് മാത്രം നോക്കി പഠിക്കുന്ന ഒരു ഇത് പാടില്ല. നമ്മൾ സെൽഫ് ലേണിങ്ങിലേക്ക് മാറേണ്ട ഒരു കാലമാണത്. അതായത് ഇപ്പം നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനൊക്കെ പോകുമ്പോൾ ഒരാളും ഇന്ന് ഇത് പഠിക്കും നാളെ ഇത് പഠിക്കുന്നു എന്നും പറഞ്ഞില്ല. അവിടെ സെൽഫ് ലേണിംഗ് ആണ് വരുന്നത്. അവരവർ തന്നെ ഇന്റേണൽ മോട്ടിവേഷൻ വന്നുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം, അവിടെ എത്തണം, ഇവിടെ എത്തണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ
സെൽഫ് ലേണിംഗ്. അപ്പോൾ സിലബസ് മാത്രം ഇങ്ങനെ പഠിച്ചു പോയത് കൊണ്ട് ഒരിക്കലും നമ്മള് ഒരു കോമ്പറ്റിറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്കതിൽ ഒന്നും മറ്റുള്ള എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുന്നിട്ട് വരാനായിട്ട് സാധിക്കില്ല. നമ്മൾ പിന്നിലാകും. അപ്പൊ നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ ചാൻസ് കുറയും. അപ്പൊ നിങ്ങൾ സെൽഫ് ലേണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അതിന്റെ ഒരു പ്രിപ്പറേഷന്റെ കാലഘട്ടം കൂടിയാണ് PG എന്ന് പറയുന്നത്. ഡിഗ്രി കഴിയുന്നവരെ നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് എന്താണോ ഒക്കെ പഠിച്ചു പോകുന്നു, നല്ല കുട്ടിയായിട്ട് പരീക്ഷ എഴുതുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു. ആ ഒരു അതിൽ കൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോന്നിട്ടുണ്ടായിരിക്കുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കണം നിങ്ങളുടെ PG ക്ലാസ് എന്നുള്ളത്. നിങ്ങൾ തന്നെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും. അതും അതിലപ്പുറവും നിങ്ങളെ തന്നെ നോക്കണം. നമുക്കിപ്പോൾ ഇപ്പോഴത്തതിൽ ഓൺലൈനിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ഇഷ്ടംപോലെ നിങ്ങൾക്ക് സെൽഫ് ലേണിങ്ങിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറേ കോഴ്സുകളുണ്ട്. പിന്നെ പഠിക്കാനുള്ള കുറേ സൗകര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ വളരെയധികം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ഒരു PSC ടെസ്റ്റിനോ സ്റ്റാഫ് സെലക്ഷൻ ടെസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് ടെസ്റ്റിനോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സ്വയം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനുള്ള ആപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഡെയിലി അതൊക്കെ പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിലബസ് ഒക്കെ നോക്കി നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ ഒരു ടീച്ചറെ എന്നെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെയർ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് തന്നത്. നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് നാളെ തൊട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ ആയല്ലോ, ഇന്നതാണ് ഈ സബ്ജക്റ്റിൽ വരുന്നതെന്നോ ഒരു ഐഡിയ ഒക്കെ ആയല്ലോ. അപ്പം അതനുസരിച്ച് ഒന്ന് ഒരു മെൻ്റൽ ഒക്കെ പിക്ചറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നാളെ തൊട്ട് ക്ലാസ് എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ റെഫറൻസ് ഏതൊക്കെയാണെന്നൊക്കെ തന്നിട്ടുണ്ട്. ആ ബുക്സൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക. അതൊക്കെ നമുക്ക് ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഒരു ലാപ്ടോപ്പ് ഒക്കെ സ്വന്തമായിട്ട് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അവരവർ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഏൺ ചെയ്ത് വാങ്ങാനൊക്കെ നോക്കാം. ഉള്ളവർ അത് നന്നായിട്ട് യൂസ് ചെയ്യാം. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ടൈപ്പിങ്ങും അതുപോലെ തന്നെ മെയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വേഗം തന്നെ ആയിട്ടിരിക്കണം. PG കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നല്ലൊരു കമ്പ്യൂട്ടർ നോളജും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ല ഒരു സ്കിൽ ആയിരിക്കും അത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്.